എന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ട് ഉണ്ട് കോവളത്ത്. ഒരു മീൻ കുഞ്ഞു പോലും അറിയാതെ അവിടെ പോയി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്കിഞ്ഞ് പോരാം. വാ പോ. അതെന്തിനാ ബാലേന്ദ്ര ഇപ്പൊ കോവളത്തൊക്കെ പോകുന്നേ? സുസ്മിത പിന്നെ ഒഴിഞ്ഞു മാറുവാണോ? അതല്ലെന്നേ, അവിടെ വരെ പോകുന്നത്ര സമയം കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെന്ന ബാലേന്ദ്രന് ഞാൻ എത്രയും പെട്ടെന്നൊരു സമ്മാനം തരണ്ടേ? സത്യം സത്യം. പിന്നെ എവിടേക്ക് പോകുന്ന? എവിടേക്കും പോണ്ടെന്നേ. ഇവിടെ ആയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെയോ? ആ തള്ള 5 ലക്ഷത്തിന്റെ കടമുള്ളോണ്ട് ബാലേന്ദ്രനെ അവർക്ക് പേടിയാ. ഞാൻ അവരെ എന്തേലും പറഞ്ഞ് പുറത്തേക്ക് വിട്ടോളാം. ബാലേട്ടൻ ആ ബെഡ്റൂമിലേക്ക് ഇരുന്നോ? ഉള്ളത് തന്നെ ബാലേട്ട. അയ്യോ, ഞാനിന്ന് അറുമാദിക്കും സുസ്മിതേ. അയ്യോ, ജ്യൂസ് മുസാമ്പി തന്നെയല്ലേ? എന്തിന്? ബാലേന്ദ്ര സാറിന് കൊടുക്കണ്ടേ? പത്മാവതി അമ്മ എന്താ അങ്ങോട്ട് വരാതിരുന്ന്? നിങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓ, എന്ത് സംസാരിക്കാൻ? ഒരു കണക്കിന് അവിടെ വരാതിരുന്നത് നന്നായി. അല്ല, ഈ ബാലേന്ദ്രനെ മുമ്പ് പരിചയമുണ്ടോ? രോഗത്ത് പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴാ ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. പിന്നെ എവിടുന്നാ? എന്ത്? പത്മാവതി അമ്മ അയാളെ മുൻപ് കണ്ടിട്ടില്ലെങ്കിലും അയാൾ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ചങ്കി തീ ഓരിയിടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ വെച്ചേ. അല്ല, അല്ലെങ്കിൽ ഇത്രയും ഭ്രാന്തുണ്ടാവോ മനുഷ്യർക്ക്? എന്തിന്റെ കാര്യം നീ പറയുന്നേ? ഈ ബാലേന്ദ്രനെ എനിക്ക് മുമ്പേ അറിയാവുന്ന നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ. അയാളെ ഒരു കേസിൽ നിന്ന് രക്ഷിച്ച എന്റെ നന്ദിയാ അയാൾക്ക് എന്നോട്. കേസോ? എന്ത് കേസ്? പുറത്തു പറയാൻ കൊള്ളാവുന്ന കേസൊന്നും അല്ല. ഈ പുഴയറമ്പിലും കുളിമുറിയിലും ഒക്കെ പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന കേസില്ലേ, ആ ടൈപ്പാ. അയ്യേ, ഇക്കണക്കിന് ബാക്കിയും കൂടെ കേട്ടാ എന്ത് പറയും? ചെറുപ്പക്കാരി പെണ്ണുങ്ങളോട് അയാൾക്ക് ഒരു താല്പര്യമില്ല. ഒരു 50 കഴിഞ്ഞവരോടാ ഇഷ്ടം. ആ കേസില് എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയാ ഇയാള് ശല്യം ചെയ്തേ. അവരുടെ ഭർത്താവാണെങ്കിൽ മരിച്ചുപോയ രസേ. പോലീസ് പിടിമുറുക്കുന്നായപ്പോ മധ്യസ്ഥം നിൽക്കണമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ എന്റെ കാലി വീണു. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാന്നും ഒരബദ്ധം പറ്റിയെന്നും ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സഹതാപം തോന്നി ഞാൻ കേസ് കോംപ്രമൈസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവിടെ വെച്ചാ ഞാൻ അയാളെ കാണുന്നത്. രോഹിത്ത് പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോ പിന്നെ അയാളതും പറഞ്ഞ് ഇടയ്ക്കിടെ ഇവിടെ വരാൻ തുടങ്ങിയപ്പോ ആളെപ്പറ്റി ഞാൻ സൂത്രത്തിലൊരു അന്വേഷണം നടത്തി. അയാൾക്കൊരു ഫിനാൻസ് സ്ഥാപനം ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷേ അതിന്റെ പേരിൽ പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. എന്ത് തട്ടിപ്പ്? ഇവിടെ അയാൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ഈ ഭർത്താവ് മരിച്ചുപോയ 50 കഴിഞ്ഞ സ്ത്രീകളിൽ ആ കക്ഷിയുടെ മെയിൻ നോട്ട. മരിച്ചുപോയ ഭർത്താവ് അയാളുടെ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവരുടെ വീട്ടിലിങ്ങനെ കയറിയിറങ്ങും. ഉദ്ദേശം വേറെയാന്നേ. ഞാൻ പണം കടം വാങ്ങിച്ചിട്ടില്ല എന്ന് മരിച്ചുപോയ ഭർത്താവ് എന്ന് പറയാൻ പോകുന്നില്ലല്ലോ. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിനെ അല്ല, കാണാതായ മകനെ അയാൾ ആയുധമാക്കിന്ന് മാത്രം. ഇവിടുത്തെ ആധാരം അയാളുടെ സ്ഥാപനത്തിൽ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞതോ? ഒരു സംശയം തോന്നിയപ്പോ ഞാൻ അതും പരിശോധിച്ചു. ദാ ഇവിടുത്തെ ആധാരം. ഇത് തന്നെയാണല്ലോ അത്, അല്ലേ? പിന്നല്ലാതെ. ഇത് ഇവിടുത്തെ പെട്ടി തന്നെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴല്ല അയാൾക്കറിയേണ്ടത് നിങ്ങളുടെ കാര്യങ്ങളാ.
പത്മാവതി അമ്മയുടെ ഇഷ്ടങ്ങള്, എപ്പോ ഉറങ്ങുന്നു, ആ ഭർത്താവില്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് വരെ കേട്ട് കേട്ട് മടുത്തപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നി അന്വേഷണം നടത്തിയത്. ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ പത്മാവതി അമ്മയെ മുമ്പ് അയാൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടാവുന്ന എന്റെ ബലമായ സംശയം. നേരായിരിക്കും. രോഹിത്തിന്റെ അച്ഛൻ മരിച്ചപ്പോ കതറിട്ട കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരത്തെ സങ്കടത്തിൽ ഞാൻ ആരുടെ മുഖം ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നാ ഉറപ്പിച്ചോ, ഇത് അത് തന്നെ കേസ്. അതിനുശേഷം ഒരുത്തൻ എന്നെ സ്ഥിരമായിട്ട് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ അവൻ തന്നെ ഇവൻ. അവനിപ്പോ അവിടെ തന്നെ ഉണ്ടോ? അതല്ലേ രസം. ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ കയറി ഇരിക്കുക. ബെഡ്റൂമിലോ? ആരുടെ ബെഡ്റൂമില്? പത്മാവതി അമ്മയുടെ തന്നെ, വേറെ ആരുടെ? എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പത്മാവതി അമ്മ അങ്ങോട്ടൊരു ഗ്ലാസ് പാലുമായിട്ട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ. കൊടുക്കാൻ ഞാൻ അവന് പാലും വെള്ളം. ആഹാ, അപ്പോ അതേറ്റു. ബാക്കി കാര്യം അവര് നോക്കിക്കോളൂ. കാണുന്നില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വരുന്നുണ്ട് തോന്നുന്നു. എങ്ങനെ തുടങ്ങണം? ബാല്യത്തിന്റെ അടുത്താണോ വഴിയില്ലാത്തത്? ഒടുവിൽ വന്നുവല്ലേ. ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിച്ച കാര്യമാണെന്ന് അറിയൂ. ഇന്ന് അതിനുള്ള അവസരം കിട്ടിയത്. എങ്കിലും ദൈവം ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇയാളെ ആദ്യം കണ്ടപ്പോഴേ ഈ മോഹം എന്റെ മനസ്സിലുണ്ട്. പൗർണമി തിങ്കൾ പോലുള്ള ആ മുഖമാണ് എന്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞത്. ഈ കരിങ്കൂവളപ്പൂ പോലുള്ള ആ മിഴികൾ, ഈ ചെന്തുണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകൾ, പിന്നെ ആ മുടിയിഴകൾ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പിന്നെ പവിഴം പോലുള്ള ആ പല്ലുകൾ. പക്ഷേ നമുക്കിടയിൽ ഒരു തടസ്സമായിരുന്നത് ഇയാളുടെ ഭർത്താവാ. ഇപ്പോ ആ തടസ്സവും അങ്ങ് നീങ്ങി കിട്ടിയല്ലോ. എടാ ദ്രോഹി, എന്റെ ഭർത്താവ് മരിച്ചത് നന്നായെന്നാ നീ പറയുന്നതല്ലേ? എന്നെ ഏറ്റവും കൂടുതൽ ഇയാളിലേക്ക് അടുപ്പിച്ചത് എന്താണെന്നറിയോ ഇയാൾക്ക്? ഇയാളുടെ പ്രായം. നല്ല മധുരിക്കുന്ന പ്രായമല്ലേ ഇത്? സുസ്മിത പറഞ്ഞത് സത്യമാ. ഇവൻ അസൽ ഞരമ്പ് രോഗി തന്നെ. കുറച്ച് മുല്ലപ്പൂവിന്റെ ഒരു കുറവുണ്ട്. നമുക്ക് ഒന്നിച്ച് ഏതെങ്കിലും റിസോർട്ടിലേക്ക് പോകാനായിരുന്നല്ലോ എന്റെ പ്ലാൻ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്താ ഒന്നും മിണ്ടാത്തേ? മുല്ലപ്പൂവിന് പകരം തൽക്കാലം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? പത്മാവതി അമ്മേ. ആരടാ? നിന്റെ അമ്മായിയമ്മ. എന്താണോ അവിടെ നടക്കുന്നത്? തീർത്തായിരുന്നല്ലോ ഇന്ന്. നീ എന്താ പറഞ്ഞ? നിനക്ക് വയസ്സായവരെയാണ് ഇഷ്ടമല്ലേ? എനിക്ക് ഞാൻ പാല് തരാടാ. നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? കരിങ്കൂവളം. ഇന്ന് ഞാൻ കൊല്ലോടെ. പ്രായമായവരെ നിനക്ക് വേണ്ടതല്ലേ? സ്വല്പം കടുത്തുപോയിന്ന് തോന്നുന്നു. പ്രായമായവരെ തന്നെ തരണം. എനിക്ക് ഈ പ്രായത്തിലുള്ള ആരെയും വേണ്ട. നിനക്ക് അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ വയ്യല്ലേ? മാറി നിന്നേക്കാം. പത്മാവതി വിക്ഷേപിക്കുന്ന ഒരു റോക്കറ്റ് ഇപ്പൊ പുറത്തേക്ക് വരും.
കള്ളത്തരം പറഞ്ഞു വന്നിരിക്കുന്നില്ല. ആഹാ, നീ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഓടാ. എനിക്കെന്റെ ജീവൻ മതിയേ. വൃത്തികെട്ടവൻ. അയ്യോ അമ്മേ, ഓ ആ തള്ളയ്ക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ബാലേന്ദ്ര, നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്റെ ഇരയാണെന്നോ? സുസ്മിത ഇരയാക്കാൻ നീ വളർന്നിട്ടില്ല ബാലേന്ദ്ര. ഇതങ്ങനെ വിട്ടാ പറ്റില്ല സരോജം. നമുക്ക് നോക്കാന്നേ. മാനമര്യാദയ്ക്ക് നമ്മൾ താമസിക്കുന്ന കോളനിയായത്. ഇനി അവനെ കൊണ്ടുള്ള ശല്യം ഈ വഴിക്കുണ്ടാവില്ല. പത്മാവതി, ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താ? ഇപ്പൊ ഒരുത്തിന് ഇവിടുന്ന് കാറുമായിട്ട് ഇറങ്ങിപ്പോയല്ലോ. അവനും ഈ വീടുമായിട്ട് എന്താ ബന്ധം? അതെന്താ അങ്ങനെ ചോദിച്ചത്? കൊറേ നാളായി കോളനിക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പത്മാവതി. ഇവിടെ ആർക്കും കണ്ണുമൂക്കൊന്നും ഇല്ലെന്ന് കരുതല്ലേ? അത് ഞാൻ എന്റെ കുഴപ്പം കൊണ്ടല്ല, അവനെ ശല്യമായിട്ട് പിന്നാലെ വന്നത്. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിൽ പിന്നെ ആരാ പത്മാവതി ഇതിനൊക്കെ ഇങ്ങനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നേ? നിങ്ങളുടെ മകനെ കാണാതെ പോയി എന്നുള്ളത് ശരിയാ, പക്ഷേ മരുമകൾക്ക് വേറൊരു ബന്ധം ശരിയാക്കി കൊടുത്തിട്ട് വേണോ നിങ്ങൾക്ക് ജീവിക്കാൻ? അയ്യോ, അതും ഈ വീട്ടിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ആർക്ക് എന്തൊത്താശ ചെയ്തു കൊടുത്തുന്ന? തുറന്ന് ചോദിക്കാൻ പത്മാവതി, ആ പോയ ബാലചന്ദ്രനും നിങ്ങളുടെ മരുമകൾ സുസ്മിതയും തമ്മിൽ എന്താ ബന്ധം? അവള് അവന്റെ ഏതോ ഒരു പഴയ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തെന്നായി എന്നോട് പറഞ്ഞത്. അത് കുറെ മുമ്പാ. പിന്നെ അവർ യാദൃശികമായി കാണുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാ. ഈ വീട്ടിൽ വെച്ചിട്ടോ? ആ അതെല്ലോ. ഈ വീടിരിക്കുന്ന ഭൂമിയുടെ പ്രമാണം അത് പണയം വെച്ച രോഹിത് എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയത്. സാറേ, ഉള്ളതാണോ? അയ്യോ, സുസ്മിത മേഡം അല്ലേ? ഫിനാൻസിന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ ബാലേന്ദ്ര? മാഡത്തിന്റെ ഒക്കെ കരുണ കൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ ഒരിക്കൽ വരാം. ശരി ശരി എന്നാ. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ പത്മാവതി? ഞാൻ മുന്നിൽ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യമല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ മുന്നിൽ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യം പറയാം. എന്നാലേ അന്ന് ഇവിടെ വെച്ച് യാദർശികമായി വീണ്ടും പരിചയപ്പെട്ടവരെ ഇവിടെ വന്ന് ഇറങ്ങിയതേ ഒരേ വണ്ടിയിലാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവന്റെ കാറില്. അന്ന് അവളെ ഞാനൊരു മിന്നായം പോലെ കണ്ടതാ. അന്നേരത്തെ പരിഭ്രമത്തിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ ആ കാർ ഇവിടെ സ്ഥിരം വരവും പോക്കുമായി. ഈ കോളനിക്കാര് പറഞ്ഞപ്പോഴാ അക്കാര്യം ഞാൻ ഓർത്തത്. അപ്പോ അവളെന്നോട് കള്ളം പറഞ്ഞതാണോ സരോജെ? ഉറപ്പല്ലേ? അവളെന്തിനാ അങ്ങനെ ഒരു നാടകം കളിക്കുന്നേ? അതുകൊണ്ട് അവൾക്ക് എന്താ നേട്ടം? നിങ്ങളുടെ തലയിൽ നയ പൈസയുടെ ബുദ്ധി ഉണ്ടോ പത്മാവതി? അവൾ ഈ വീട്ടിൽ താമസത്തിനായിട്ട് വന്നപ്പോ നമ്മൾ തല്ലിയിറക്കി വിട്ടതല്ലേ. ഇവിടെ കയറി താമസിക്കണമെന്ന് അവക്കൊരു വാശി തോന്നിക്കാണും. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. ബാലേന്ദ്രൻ ഇവിടെ വരുന്നതിന് വേറെ ചില കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞത്. പത്മാവതി, നിങ്ങളെ അവള് കബളിപ്പിച്ചു, നല്ല സുന്ദരമായിട്ട് കബളിപ്പിച്ചു. ഇത്രയും നല്ലൊരു നാടകം കളിച്ച് മികച്ച നടിയാണെന്ന് തെളിയിച്ചവൾക്ക് നമ്മള് ചൈന കോളനിക്കാര് ഒരു ട്രോഫി കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും. പത്മാവതി അമ്മേ, ദേ നിന്റെ മരുമോള് വിളിക്കുന്നു. പെട്ടെന്ന് ചെല്ല് പത്മാവതി. പത്മാവതി അമ്മേ. പൊയ്ക്കോ പൊയ്ക്കോ.
വിളിച്ച കേട്ടില്ല നിങ്ങള്? ഹ, ആ ബാലേന്ദ്രനെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെ പല അപകടങ്ങളും വന്ന് കേറും നിങ്ങളിവിടെ ഒറ്റയ്ക്ക് താമസിച്ച. നിങ്ങൾക്കൊരു രക്ഷയായിട്ടാ ഞാനിവിടെ താമസിക്കുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? വായിലെന്താ കൊഴുക്കട്ട തിരികെ വെച്ചിട്ടുണ്ടോ? അല്ലടി, അവയ്ക്കാടോ. ഏ എന്ത്? നീ ഒരിക്കൽ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞില്ലേ? ആ പഴവാ വായി തിരികെ വെച്ചിരിക്കുന്ന അവയ്ക്കാടോ. തേ, ബാലേന്ദ്രൻ ഒഴിഞ്ഞു പോയെന്നുള്ള അഹങ്കാരത്തിലാണോ നിങ്ങളെന്നെ ചൊറിയാൻ വരുന്നേ? അങ്ങനെ ഒരു അഹങ്കാരം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ വിചാരിച്ച ഒന്നല്ല 100 ബാലേന്ദ്രന്മാര് വരും. അപ്പൊ നീ തന്നെ ഏർപ്പാടാക്കിയത് അല്ലടി ബാലേന്ദ്രനെ? ആ എന്ന് ഞാനെപ്പോ പറഞ്ഞു? ദേ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാ നിങ്ങൾ വിവരം അറിയും കേട്ടോ. നീ എന്ത് ചെയ്യടി കോപ്പേ? കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, രോഹിത് പോയ വഴി ഞാൻ നിങ്ങളെയും പറഞ്ഞു വിടും. നിക്കടി അവിടെ. എടി, ഹോ, എന്താടി നീ പറഞ്ഞത്? വിട്. ഞാൻ എന്ത് പറഞ്ഞെന്നാ? ദേ, നിങ്ങൾ കുറെ നേരമായിട്ടോ. എടി, നീ എന്താ പറഞ്ഞേ? അയ്യോ പറയടി. ഓ, എന്റെ മോനെ നീ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? അയ്യോ പറയടി. നീ പറയാൻ നീ വിടൂലടി. പറയടി. പറയാൻ നീ ഇനി ജീവിച്ചിരിക്കണ്ട. അയ്യോ അയ്യോ എന്റെ അമ്മേ. തള്ളേ, നിങ്ങളോട് ഞാൻ 100 വട്ടം പറഞ്ഞു വിട് വിടെന്ന്. അയ്യോ അയ്യോ. ഇത്ര ഉള്ളു തള്ള നിങ്ങള്. ഈ സുസ്മിതയുടെ ഒരു കൈക്ക് തികച്ചില്ല. അത് അറിഞ്ഞു വേണം നിങ്ങൾ സുസ്മിതയോട് കളിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചത്തുകെട്ടി മുകളിലേക്ക് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് എന്താ അറിയേണ്ടത്? നിങ്ങളുടെ മകനെ ഞാൻ എന്താ ചെയ്തെന്നോ? എന്നാ കേട്ടതള്ളേ. പറയടി, ഞങ്ങൾ കൂടി കേൾക്കട്ടെ. രോഹിത്തിനെ നീ എന്താ ചെയ്തേന്ന്? നിൽക്കുന്നില്ലേ ഇവള്? എന്റെ മോനെ കൊന്നിട്ട് ഇവള്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് പത്മാവതി. ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇവരെന്നെ വേദനിപ്പിച്ചപ്പോ ഞാൻ അറിയാത്തൊന്ന് പിടിച്ച് തള്ളിയതാ. അറിയാതെ പിടിച്ച് തള്ളിയതാ അല്ലേടി? ഞങ്ങളവിടെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തോണ്ട് നിൽക്കായിരുന്നടി. ദേ, ഞാൻ ആരാന്നറിയോ? കാണിച്ചു കൊടുക്കടി ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ ആരാണെന്ന്. അവിടെ കിടക്കടിയോടെ. അവിടെ നിക്കടിയോടെ. അവിടെ നിക്കടിയോടെ. നിങ്ങളെല്ലാരും ഇങ്ങോട്ടൊന്ന് മാറിക്കേ. എന്റെ മോനെ എന്താ ചെയ്തെന്ന് ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനെ മതിയാക്കിയിട്ട് ഇങ്ങോട്ട് എണീക്കടി. എന്റെ മോനെ നീ എന്താടി ചെയ്തേ? പറയടി സുസ്മിനെ. എടി എടി എണീക്കടി ഇങ്ങോട്ട്. അയ്യോ സരോജെ, ചതിച്ചോ? ശ്വാസം ഉണ്ടോന്ന് നോക്ക് പത്മാവതി. ശ്വാസമുണ്ട് സരോജെ. ആ എന്നാ വഴിയുണ്ട്. ഹലോ സത്യമേ, എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോണം. നിങ്ങളാരാ? മനസ്സിലാവുന്ന ഭാഷയെ കാര്യം പറ. സത്യമേ, ഞാൻ പത്മാവതിയാ, രോഹിത്തിന്റെ അമ്മ. കുറച്ചു ദിവസമായി സുസ്മിത എന്റെ വീട്ടിലായിരുന്നു. അതിനിടെ അവളുണ്ടാക്കാത്ത പുകിലൊന്നുമില്ല. ഇപ്പം ദേ വായിന്ന് നൊരയും പതയൊക്കെ വന്ന് പേപ്പട്ടിയുടെ കൂട്ടി എന്തൊക്കെയോ കാണിക്കുന്നു. പത്മാവതി, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. പത്മാവതി, പത്മാവതി കാര്യം എന്താന്ന് തെളിച്ചു പറ. ഇതിൽ കൂടുതൽ തെളിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അവൾ അഭിനയിക്കുകയാണോ അല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല.
ഒരു കാര്യം ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം. അവൾ ഇവിടെ കിടന്ന് ചത്താല് ഇവിടെയുള്ളവർക്ക് ആർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പത്മാവതി, വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് പോകാൻ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പത്മാവതി, അത് ഹലോ ഹലോ, പോരെ? മതി, വാ. ഹലോ. എന്താ ഭാമേ? രാഘവേട്ട, സുസ്മിതയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദേ, സരള അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ മുംബൈയിലേക്ക് പോയത്. അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിവിടെ വരുമ്പോ പലതും നടക്കും. ബൈ ഇലക്ഷന് സീറ്റ് പോയതോർത്ത് എനിക്ക് ഒരു വിഷമവും ഇല്ല. അല്ലേലും അവിടെ നമ്മുടെ പാർട്ടി ജയിക്കാൻ പോകുന്നില്ലടാ. മൊത്തം സാധാവതരംഗമല്ലേ. എന്നാലും ബാലേന്ദ്രൻ ഇറങ്ങിയ കളം മാറിയനെ. ചിലർ വരുമ്പോ ചരിത്രം വഴിമാറുമെന്നല്ലേ? അതൊരു കണക്കിന് ശരിയാണ്. എന്നാൽ ഈ ഭാര്യയും മക്കളും ഇല്ലാത്ത സീനിയർ നേതാക്കന്മാരുടെ മണ്ഡലം നോക്കി പിടിക്കണോടാ. ഈ നേതാവ് തട്ടിപ്പോയാലും മക്കൾക്കും മരുമക്കൊന്നും പാർട്ടി സീറ്റ് കൊടുക്കില്ലല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതുജന ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണ്. ബാലേന്ദ്ര, ഒന്ന് പുറത്തേക്ക്. ഞാനിവിടെ ഒരു ഡിസ്കഷനിലല്ലേ വിഷ്ണു. നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാനും വരും അകത്തേക്ക്. ഡിസ്കഷന് വേണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാലേന്ദ്ര? ഏയ് ഒന്നുമില്ലടാ. ഞാനേ അവനൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. എന്താ വിഷ്ണു? വാ പറയാം. കല്യാണം കഴിഞ്ഞ് മാനം മര്യാദയ്ക്ക് കുടുംബമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളെ വിളിച്ച് പാതിരാത്രി വീഡിയോ കോളിൽ വരാൻ പറയുന്നതൊക്കെ മോശമല്ലേ ബാലേന്ദ്ര മോനെ? ശാരികയുടെ കാര്യമായിരിക്കും ഇല്ലയോ? വീട്ടിലെ മരുമക്കന്റെ അധികാരം വെച്ച് ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ വിഷ്ണു മോനെ? എന്റെ കോളറിന് കുത്തിപ്പിടിക്കാനും കൂമ്പിനിട്ട് 4 കുത്താനും നിനക്കിപ്പോ തോന്നുന്നുണ്ടാവും. അതാണല്ലോ നിന്റെ ശീലം. തൽക്കാലത്തേക്ക് നീ ഒന്ന് മാറ്റിപ്പിടിക്കും. നിന്റെ ഒരു കൈക്കരുത്ത് വെച്ച് നിനക്കെന്നെ വേണമെങ്കിൽ വാരിയിട്ട് അലക്കാം. അതിപ്പം കൂടുതൽ ആരോഗ്യമുള്ള ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലല്ലോ കാര്യം. മുന്നോട്ടുള്ള ജീവിതമല്ലേ. എന്തിനാ നീ എന്നെ തല്ലിയതെന്ന് സ്വാഭാവികമായി നാട്ടുകാർ ചോദിക്കും. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു ശാരിക രാത്രി വീഡിയോ കോൾ വിളിച്ചതിനാണെന്ന്. അല്ലാതെ പാർലമെന്റിൽ വനിതാ ബില്ല് അവതരിപ്പിക്കുന്ന സംബന്ധിച്ചുള്ള തർക്കത്തിലാ അടിയുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നതും ശാരികയുടെ കെട്ടിയും തക്കലക്ക് പെട്ടിയും പൂട്ടി പോയതും കൂടെ ചേർത്ത് കൂട്ടി വായിക്കുമ്പോ ശാരികയുടെ ജീവിതം കോഞ്ഞാട്ട. ഞാൻ അവളെ നമ്പർ സംഘടിപ്പിച്ച് ചുമ്മാതൊന്നും കയറി വിളിച്ചതൊന്നും അല്ല കേട്ടോ. ഇവിടെ വന്ന് കണ്ണീരും കൈയും കാട്ടി എന്റെ കയ്യിൽ നിന്ന് രൂപ 2 ലക്ഷമാ പിടുങ്ങിയത്. അവളുടെ അച്ഛനും അമ്മയൊക്കെ ജാമ്യത്തിൽ ഇറക്കണോ അത്ര. പലിശയൊന്നും ചോദിക്കല്ലേ ബാലേട്ടാന്നും പറഞ്ഞ് മുദ്രപത്രത്തിന്റെ അടിയിൽ അവള് തന്നെ സ്വന്തം നമ്പർ എഴുതിയിട്ടത്. നിനക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു നോക്കാം. ദേ ഈ ഓഫീസിൽ ഇരിപ്പുണ്ട് അവളുടെ കൈപ്പടയിൽ എഴുതിയ പേരും നമ്പറുള്ള മുദ്രപത്രം. ബാലേട്ടൻ എപ്പ വേണേലും എന്നെ വിളിച്ചോളാൻ പറഞ്ഞതും അവളാ. എടാ നമ്മൾ കാണുങ്ങളല്ലേ, വേണ്ടോ അടിച്ചോണ്ടിരിക്കും, ചുമ്മാ കയറി വിളിക്കും. ഒടുക്കം ഭർത്താവിന്റെ പിടി വീണപ്പോ അവള് പതിവ്രത, നമ്മൾ കൊള്ളരുതാത്ത. അല്ലെങ്കിലും എല്ലായിടത്തും അങ്ങനെ തന്നെ ആണല്ലോ. ബാലേന്ദ്ര, കള്ളം പറയരുത്. കള്ളം തന്നെയാടാ. പക്ഷെ എന്തു ചെയ്യാ, നാട്ടുകാർക്കേ
കള്ളങ്ങളാ സത്യത്തെക്കാൾ കൂടുതൽ ഇഷ്ടം. ഞാൻ അവളെ ഇനിയും വിളിക്കും. അവള് പറഞ്ഞ പള്ളൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ശാരദാമ്മയുടെ പവിത്രമായ കുടുംബശ്രീ ഹോട്ടലിന്റെ മുന്നിൽ ബോർഡ് വച്ചതുപോലെ തന്നെ ഞാൻ മാട്ടിറച്ചി കട തുടങ്ങും. നോക്കി പേടിപ്പിക്കണ്ട. അല്ലെന്നുണ്ടെങ്കിൽ അവള് വാങ്ങിച്ച കാശിങ് തിരിച്ചു തന്നേക്ക്. കൂടുതൽ ശല്യം ഉണ്ടാക്കാതെ ഈ ബാലേന്ദ്രൻ അങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. ഈ 10 രൂപ ചായന്റെ മില്ലിൽ തടി ചുമന്നാ കിട്ടുന്ന കൂലി കൊണ്ട് അതൊന്നും കൂട്ടിയാ കൂടത്തില്ലല്ലോ അല്ലേ? എല്ലാം അറിയുന്നുണ്ട് വിഷ്ണു. സത്യാമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും നിങ്ങളുടെ പട്ടിണിയും പങ്കപ്പാടും ഒക്കെ. നിനക്ക് കാശ് എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാൻ സഹായിക്കാം. നീ അങ്ങനെ അങ്ങ് പോകാതെ. 10 രൂപ ചായന്റെ മില്ലിലെ ലോറിയും തൊഴിലാളിയിൽ നിന്നും പ്രൊമോഷൻ വല്ലതും വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഞങ്ങളെ തിക്ക് ഫ്രണ്ട്സാ. നീ നടന്നു പോണ്ടാ. പുതിയ കാറുണ്ടാ, ഡ്രൈവറിനോട് പറയാൻ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. നല്ല AC ഒക്കെ ഇട്ട് കൂളായിട്ട് പോവാ. എന്തേ പോവാണോടാ? അവൻ ചോദിക്കാൻ വന്നേക്കുന്നു. എന്താ ബാലേന്ദ്ര വിഷയം? ചെറിയൊരു പെണ്ണ് കേസാടാ. പെണ്ണ് കേസോ? അവന്റെ ഭാര്യയില്ലേ, നമ്മുടെ ശാലിനി. അവളെന്നോട് കുറച്ച് പണം കടം ചോദിച്ചു വന്നിരുന്നു. ഞാനത് കൊടുത്തു. അപ്പം മുതൽ ഫോൺ വിളിയും പ്രേമവും. കാശ് തിരിച്ചു തരാതിരിക്കാനുള്ള അടവാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. യവൻ ആ വിവരം മനസ്സിലായിട്ട് ആ ബന്ധം തുടരുതെന്ന് എന്നോട് അപേക്ഷിക്കാൻ വന്നതാ. കാശൊക്കെ അവ എങ്ങനെയെങ്കിലും തന്ന് വീട്ടിൽ കോളാന്ന്. അവൾ ആ ടൈപ്പാണോ? ഈ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ വരുമ്പോഴല്ലേ ഓരോന്നിന്റെ തനി സ്വഭാവം പുറത്തോട്ട് വരുന്നത്. തൽപര കക്ഷിയാണെങ്കിൽ നമുക്കും കൂടെ ഒന്ന് മുട്ട് നോക്കിയാലോ?